നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കബ്സിയാണ്. അതിന് 1 കിലോ ബസ്മതി അരി എടുത്തിട്ടുണ്ട്. 1 കിലോ ബസ്മതി അരി. അതുപോലെ ചിക്കൻ ഒരു 1.5 കിലോ. 1.5 കിലോയിൽ ഒരു 100 ഗ്രാം കുറവുണ്ട്. 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ആദ്യം ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകി വെക്കണം. ബസ്മതി അരി നന്നായിട്ട് കഴുകി വെക്കണം. 2 പ്രാവശ്യം നന്നായിട്ട് കഴുകണം. അരി വേവിക്കാനില്ല വെള്ളമാണ്. കുറച്ച് പാകത്തിൽ ഉപ്പിട്ടിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ച് വെക്കണം. ഇത് സവാള അരിഞ്ഞതാണ്. എത്ര സവാള ഇത്? 3 സവാള അരിഞ്ഞതാണ്. 4 സവാള അരിഞ്ഞതാണ്. അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് സമയം പുറത്ത് മാറ്റി വെക്കണം. ഈ വെള്ളത്തിലേക്ക് ചേർത്തത് ഇഞ്ചി, വെളുത്തുള്ളി അരച്ചത്, അതുപോലെ കുറച്ച് കുരുമുളക്, ബേ ലീഫ്, പട്ട, ഇത് 3 ചേർത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ തിളപ്പിച്ച് വെക്കണം. കുറച്ച് ഉപ്പിട്ടിട്ട് തിളപ്പിക്കണം. ഇത് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച അരിയാണ്. ഒരു അരമണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇനി ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഒരു ചട്ടിയിൽ നെയ്യ് ഒഴിക്കണം. ശേഷം കുറച്ച് സൺഫ്ലവർ ഓയില്, ഇനി പട്ട, കുരുമുളക്, ഏലക്കായി, ഇനി ഇതിലേക്ക് ഒരു 3 സവോള അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനിയൊരു 2 പച്ചമുളക് മുറിക്കാതെ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു സവാള ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നല്ല ജീരകം അരച്ചതാണ്. ഇത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 4 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് അരച്ചെടുക്കണം. തക്കാളി അരക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരക്കേണ്ടത്. ഇതിലേക്ക് നേരെ ഒന്ന് ഒഴിച്ചെടുക്കുക. ഇനി 2.5 സ്പൂൺ കബ്സ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു മാഗി കട്ട മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. അടി വന്ന് കാണണം.